ഹായ് ഫ്രണ്ട്സ്, ഒരു സർക്കാർ ഉദ്യോഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ LGSകാരുടെ ചാനലാണ്. LGSൻ്റെ കാര്യങ്ങൾ, LGSൻ്റെ അപ്ഡേറ്റുകൾ, LGSൻ്റെ ടോപ്പിക്കുകൾ, മാതൃകാ പരീക്ഷകൾ ഒക്കെ നടത്തുന്ന ഒരു ചാനലാണ്. ഇപ്പോൾ 10th പ്രിലിംസ് LGSൻ്റെ തന്നെ സിലബസാണ്. പക്ഷേ LGS പരീക്ഷകളിൽ നിന്ന് ഒത്തിരി വ്യത്യാസത്തോടെയാണ് ഇന്നത്തെ 10ാം തരം പ്രാഥമിക പരീക്ഷ നടന്നിരിക്കുന്നത്. ചോദ്യപേപ്പറിനെ ആകപ്പാടെ ഒന്ന് വിലയിരുത്തുക, അതോടൊപ്പം നമ്മുടെ വിഷയമായ സയൻസിൻ്റെ ആൻസർ കീയുടെ എക്സ്പ്ലനേഷൻ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇനിയും പതിവ് കലാപരിപാടിയൊക്കെ വെച്ച് എത്ര ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുമെന്നൊക്കെ പിന്നീടേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട് മാർക്ക് കൂട്ടിയിട്ട് പോലും വലിയ കാര്യമില്ല എന്നതാണ് LGSൻ്റെ ആൻസർ കീ ഒക്കെ വ്യക്തമാക്കുന്നത്. പൊതുവെ LGS പരീക്ഷകളിൽ പ്രസ്താവനകൾ കുറവായിട്ട് പോലും ഒറ്റവാക്കിൽ ഉത്തരം കണ്ടെത്തുന്ന MCQയിൽ 10% ഡിലീഷൻ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പരീക്ഷയിൽ പ്രസ്താവനകളുടെ എണ്ണം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഡിലീറ്റ് ആകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ചോദ്യപേപ്പറിനെ ആകെ ഒന്ന് വിലയിരുത്തിയാൽ 10 ആനുകാലികം എന്ന സ്ഥാനത്ത് 9 ആനുകാലിക ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ആനുകാലികം തന്നെ 2 പ്രസ്താവനയായിട്ടാണ് ചോദിച്ചത്. ഇതേ ഈ പറഞ്ഞ നോബൽ സമ്മാനം, അതുപോലെ ബ്രിക്സ് ഉച്ചകോടി, 2 ആനുകാലിക ചോദ്യങ്ങൾ ഈ രീതിയിൽ ചോദിച്ചു. ബാക്കി 7 ഒരു 4 ആവറേജ് ചോദ്യങ്ങളായിരുന്നു, 3 ഇത്തിരി പ്രയാസമുള്ള ചോദ്യങ്ങൾ. അങ്ങനെ വേണം ആനുകാലികത്തിൻ്റെ 10 മാർക്കിനെ നമുക്ക് വർഗീകരിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരു ആവറേജ് എബവ് പഠിച്ച ഉദ്യോഗാർത്ഥി 10ൽ ഒരു 4 മാർക്ക് 5 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി GK ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു ആനുകാലികവും കൂടി GKയിലോട്ട് കണക്കാക്കി, അതായത് 9 ചോദ്യം മാറിക്കഴിഞ്ഞപ്പോൾ 51 ചോദ്യങ്ങൾ. 51 ചോദ്യങ്ങളിൽ 28 മുൻവർഷ ചോദ്യങ്ങളുണ്ടായിരുന്നു. 28 30-നടുത്ത് മുൻവർഷ ചോദ്യങ്ങൾ. 30 മുൻവർഷ ചോദ്യങ്ങൾ പോയി കഴിയുമ്പോൾ ബാക്കി 21 ചോദ്യങ്ങളിൽ 17 പ്രസ്താവനകളായിരുന്നു, 4 അല്പം വ്യത്യസ്തത പുലർത്തുന്ന LGS ലെവലിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത 4-5 ചോദ്യങ്ങൾ. ആ രീതിയിൽ കണക്കാക്കുമ്പോൾ 30 മുൻവർഷ ചോദ്യങ്ങൾ ആവറേജ് പഠിച്ച ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ആൻസർ ചെയ്യും. പിന്നെ വ്യത്യസ്തത കലർന്ന ചോദ്യങ്ങളും പ്രസ്താവനകളും എല്ലാം കൂടി ഒരു 8-9 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 39 മാർക്ക് GK ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാം. 38 ആ ഒരു റേഞ്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 5 ആനുകാലികം, 38 GK, അങ്ങനെ 60-ൽ 43 മാർക്ക് ആവറേജിന് എബോവ് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി സ്കോർ ചെയ്യും. ഇനി 20 സയൻസിലേക്ക് വന്നപ്പോൾ 8 മുൻവർഷ ചോദ്യങ്ങളും 12 SCERT ചോദ്യങ്ങളുമായിട്ടത് മാറി. 8 മുൻവർഷ ചോദ്യങ്ങൾ, 12 SCERT ചോദ്യങ്ങൾ. അതിൽ SCERT അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് 6 എഴുതാൻ സാധിക്കും. 8 മുൻവർഷ ചോദ്യങ്ങളും കിട്ടുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ 6, 8, 14 മാർക്ക് അവിടെ നിന്ന് കിട്ടും. 43, 10, 53, 4, 57. ഇനി കണക്കിലേക്ക് വരുമ്പോൾ 20 ചോദ്യങ്ങളിൽ മുൻവർഷങ്ങളിൽ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന 2-3 ചോദ്യങ്ങളാണ് വന്നത്. അതിൽ വ്യത്യസ്തത എല്ലാ രീതിയിലും പുലർത്തിയിട്ടുണ്ട്. ലസാഗുസാഗ സ്ഥിരമായിട്ട് വരുന്നതാണ്. പിന്നെ 32+ ഇതിൻ്റെ ബോട്ട് മാസ്, അത് സ്ഥിരമായിട്ട് വരുന്നതാണ്. അടുത്തത് A² - B² വെച്ച് എഴുതിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അത് സ്ഥിരമായിട്ട് വരുന്നതാണ്. വിട്ടുപോയ സംഖ്യ 5. പിന്നെ സ്ഥിരമായിട്ട് വരുന്ന കണക്കൊരു 6-7 ഉണ്ടായിരുന്നു. ബാക്കി നോക്കുകയാണെങ്കിൽ എല്ലാം വ്യത്യസ്തതയുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ നിഗമനമാണ് ഒരു 65 മാർക്കൊക്കെ ആവറേജ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി 60-നും 65-നും ഇടയിൽ മാർക്ക് വാങ്ങിക്കും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിവേ, നമുക്ക് സയൻസിൻ്റെ ചോദ്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന
ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. SCERT ആണ്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം പ്ലാസൻഡ. അതും SCERT ചോദ്യമാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല കോളൻ കൈമ. സ്ക്ലീറൻ കൈമ, പാരൻ കൈമ, കോളൻ കൈമ. SCERT ചോദ്യമാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകൾ. അത് നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാസിര. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നേത്രവൈകല്യം, ഇതൊരു പ്രസ്താവന ചോദ്യമാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നില്ല, വൈറ്റമിൻ എയുടെ കുറവാണ്. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് കളയാം. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അത് നമുക്കറിയാം ശരിയാണെന്ന്. അപ്പോൾ 3ഉം 4ഉമാണ് ശരി. അടുത്തതും ഒരു വ്യത്യസ്തതയുള്ള ചോദ്യം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊണീറ. വലിയ +2 അതുപോലുള്ള ക്ലാസ്സുകളിലാണ് കിങ്ഡം മൊണീറ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ അങ്ങനെ പഠിക്കാനുള്ളത്. ഭീമാകാരത്വം മുൻവർഷ ചോദ്യമാണ്. ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് സൊമാറ്റോട്രോപ്പിൻ? നല്ല ആഴത്തിൽ പഠിച്ചിട്ടുള്ള മൈറ്റോസിസ്, മിയോസിസ് തുടങ്ങിയ പ്രോസസ്സുകളെക്കുറിച്ച് നന്നായിട്ടറിയാവുന്നവർ, മൈറ്റോസിസ് മിയോസിസ് അല്ല, phase 1 phase 2 അതിനെക്കുറിച്ച്, എനർജി ജനറേഷനെക്കുറിച്ച് നല്ലതായിട്ടറിയാവുന്നവർ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കോശവിഭജനമാണ് മൈറ്റോസിസ് മിയോസിസ്. ഇവിടെ അതല്ല, കോശശ്വസനം, സെല്ലുലാർ റെസ്പിറേഷൻ. ഇതിനകത്തിൽ അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഓപ്ഷൻ 4ആണ് ശരിയായ ഉത്തരം. ഇത്രയും ആഴത്തിൽ എനിക്ക് തോന്നുന്നു +1 +2 സിലബസിലായിരിക്കും അത് പഠിക്കാനുള്ളത്. അടുത്തത് മുൻവർഷ ചോദ്യം. വിട്രിയസ് ധ്രുവം മനുഷ്യ ശരീരത്തിലെ കണ്ണിൽ കാണപ്പെടുന്നു. അടുത്തത് മുൻവർഷ ചോദ്യമാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം യുറേനിയം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രവേഗം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ v ഇരട്ടിയാകുന്നു, മറ്റേ v², അപ്പോൾ 4 ഇരട്ടിയാകും. കൂട്ടത്തിൽപ്പെടാത്തത് വേഗം, ബാക്കിയുള്ളതിനെല്ലാം ഡിറക്ഷൻ അഥവാ ദിശയുണ്ട്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. JJ തോംസണുമായി ബന്ധമില്ലാത്ത വസ്തുത, അത് പെട്ടെന്ന് കിട്ടുന്ന പ്രസ്താവനയാണ്. ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളതാണ് തെറ്റ്. ന്യൂട്രോണത്തിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്കാണ്. റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രിൻ. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ഹെൻറി ബെക്കറൽ. ലീച്ചിങ് സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് അലുമിനിയം. ഒരു മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ളത് ഐസോ ബാറുകൾ. ഇനിയും ഫൈനൽ ആൻസർ കീ വരുമ്പോഴേ നമുക്ക് ഇപ്പോഴും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എനിവേ, അടുത്ത പ്രിലിംസ് ഉള്ളവർ നന്നായിട്ട് പരിശീലിക്കുക. കാരണം നല്ല പ്രയാസമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.